സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകളെക്കുറിച്ചും കൂടുതൽ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോ ഏത് രൂപത്തിലേക്ക് വരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. നിർബന്ധമായിട്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഇന്ന് 2023 ജൂലൈ 12 ബുധനാഴ്ച. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് കറൻ്റ്ലി റണ്ണിങ്ങിൽ നല്ല ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 33 പോയിന്റ് ഗ്രീനിലാണ്, 19,500 ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഇൻഡെക്സുകൾ കൂടുതലും ഗ്രീനിലാണുള്ളത്. ഏഷ്യൻ മാർക്കറ്റും ഒരു ബുള്ളിഷായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ക്രൂഡ് ഓയിൽ ഇന്നലെ $73.32 ഉണ്ടായത് $75.07 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡിന്റെ റേറ്റ് ആണെങ്കിൽ $1935.34 ഉണ്ടായത് $1934.60 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് 82.37 ഉണ്ടായിരുന്നത് 82.24 ആയിട്ട് ഒന്നുകൂടി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയ സ്റ്റോക്കുകളിൽ എനിക്ക് ശ്രീറാം ഫിനാൻസ് മാത്രമാണ് ഇന്ന് ഈ സ്ക്രീനർ കാണിച്ചു തന്നിട്ടുള്ളത്. 2.29% ശ്രീറാം ഫിനാൻസ് ഇന്ന് ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 18,212 കോടിയുടെ ബൈങ്ങും 19,460 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,242 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 15,051 കോടിയുടെ നെറ്റ് ബൈങ്ങും 14,614 കോടിയുടെ നെറ്റ് സെല്ലിംഗ് നടത്തിയത് വഴി 437 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണ്, ഇന്ന് ശരിക്കും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിക്ഷേപം പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഓൾ ടുഗദർ 805 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.07 ഉണ്ടായത് ഇന്നേക്ക് 0.88 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ അതൊരു ന്യൂട്രൽ എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 19,384 സ്പോട്ട് പ്രൈസ് നടക്കുന്നത്. അവിടെ നിന്ന് 78 പോയിന്റ് മുകളിലായിട്ട് 19,462 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.67 ഉണ്ടായത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. 0.67 ആയിട്ട് തന്നെ ഇന്നും കണ്ടിന്യൂ ചെയ്യാണ്. ബെയറിഷ് എന്ന ഒരു മോഡലിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ സ്പോട്ട് പ്രൈസ് 44,639 സ്പോട്ട് ട്രേഡിംഗ് നടക്കുന്നത്. അവിടുന്ന് 176 പോയിന്റ് മുകളിലായിട്ട് 44,815 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെയും ഇതേപോലെയുള്ള വലിയൊരു ഡിഫറൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് താഴോട്ട് വന്നിട്ടില്ല, എന്നാൽ സ്പോട്ടിൻ്റെ പ്രൈസ് താഴോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കി കണ്ടറിയാം. സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, നിഫ്റ്റി ബാങ്ക്, ഫിൻ സർവീസസ്, എനർജി, ഇൻഫ്ര, മെറ്റൽ, കൺസപ്ഷൻ, ഓട്ടോ, കമ്മോഡിറ്റീസ്, ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഏതാനും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത്. ഇന്ന് TCSന്റെ ക്വാർട്ടർലി റിസൾട്ട് ആയിരുന്നു. പ്രതീക്ഷിച്ചത് 13% ലാഭം ഉണ്ടാക്കും എന്നായിരുന്നെങ്കിൽ കൂടി 17% ലാഭം ഉണ്ടാക്കിക്കൊണ്ടാണ് TCS അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നാളെ മാർക്കറ്റ് നിഫ്റ്റിയിൽ ഏകദേശം 4.9% വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്കാണ് TCS. അതുകൊണ്ട് തന്നെ നാളെ നിഫ്റ്റി എങ്ങനെ മൂവ് ചെയ്ത് പോകും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരും. നാളെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികളുടെ പേര് നോക്കുകയാണെങ്കിൽ ഒത്തിരി കമ്പനികൾ ഈ മാസത്തിൽ നമുക്ക് ഈ ആഴ്ചയിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. നാളെ ഉള്ളത് വിപ്രോ ലിമിറ്റഡ്, ഫെഡറൽ ബാങ്ക്, ഏഞ്ചൽ വൺ, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി, ടാറ്റ മെറ്റാലിക്സ്, അവാന്തൽ ലിമിറ്റഡ്, ആദിത്യ ബിർള മണി, യൂണിടെക് ലിമിറ്റഡ്, കമ്പ്യൂഎച്ച് ഇൻഫോകോം ലിമിറ്റഡ്, GI എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്, നാക്കോഡ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, ആക്രോ ഇന്ത്യ ലിമിറ്റഡ്, റോസ് ലാബ്സ് ഫിനാൻസ് ലിമിറ്റഡ്, ട്രേഡ് വെയർ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ലിമിറ്റഡ്, ലോങ് വ്യൂ ടീ കമ്പനി, VB ദേശായി ഫിനാൻഷ്യൽ സർവീസസ്, സപ്തക് കെം ആൻഡ് ബിസിനസ് ലിമിറ്റഡ്. ഇത്രയും കമ്പനികളാണ് ഈ നാളെ അതായത് 13 ജൂലൈ വ്യാഴാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. അടുത്ത ബുധനാഴ്ച അതായത് ജൂലൈ 19 കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഭിഷേക് ഇൻ്റഗ്രേഷൻസ് ലിമിറ്റഡ് ബോണസ് 1:1 ആണ് കൊടുക്കുന്നത്. ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. BCPL റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 70 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് 30 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഗോൾഡ് സ്റ്റാർ പവർ ലിമിറ്റഡ് ബോണസ് ആണ് കൊടുക്കുന്നത്, 1:4 ആണ് കൊടുക്കുന്നത്. ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് 4 സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ജെൻബർഗ്
KT ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് 14 രൂപ 40 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് 2 രൂപ 30 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മാസ് ഫിനാൻഷ്യൽ സർവീസസ് 1 രൂപ 85 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. പ്രാജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 4 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ സിറ്റി സെക്യൂരിറ്റീസ് ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സെലക്ട് എനർജി സിസ്റ്റംസ് 1 രൂപ 20 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. തേജാങ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്, 1നെ 2ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളത്. ഇത്രയാണ് അടുത്ത ബുധനാഴ്ച ജൂലൈ 19 വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ്. വേൾഡ് വൈഡ് ആയിട്ട് നാളെ വരാനുള്ള മേജർ ഈവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. UK RICS ഹൗസ് പ്രൈസ് ബാലൻസ്, ചൈന ട്രേഡ് ബാലൻസ്, UK GDP, UK ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, then UK manufacturing production, UK trade balance, US IEA monthly report, UK BOE credit condition survey, EU economic forecasts, EU industrial production, Euro group meetings, US OPEC monthly report, ECB publishes account of monetary policy meeting, UK NIESR GDP estimate, US initial jobless claims, US PPI, US ഫെഡറൽ ബഡ്ജറ്റ് ബാലൻസ്, US ഫെഡ്സ് ബാലൻസ് ഷീറ്റ്. ഇത്രയും ഈവൻറ്റുകൾ നാളെയും എന്താ പറയുക, ഒരുപാട് മേജർ ഈവൻറ്റ്സ് നടക്കുന്ന ഒരു ദിവസമാണ് നാളെ. അപ്പോൾ മാർക്കറ്റിൽ അതെങ്ങനെ പ്രതികരണം ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കിക്കാണാം. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,439 നിന്ന് 58 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 19,497 നിന്ന് ആരംഭിച്ച് 19,507 ഡേ ഹൈയും 19,361 ഡേ ലോയും വന്നതുവഴി 146 പോയിന്റിന് 0.75% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച് 19,497 നിന്ന് 113 പോയിന്റ് താഴെയായിട്ട് 19,384 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 55 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച് 65,617 നിന്നും 141 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 65,759 ഇന്ന് ആരംഭിച്ചത്. 65,811 ഡേ ഹൈയും 65,320 ഡേ ലോയും വന്നത് വഴി 491 പോയിന്റിന് അഥവാ 0.75% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 65,759 നിന്നും 365 പോയിന്റ് താഴെയായിട്ട് 65,393 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 224 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.64% കുറഞ്ഞിട്ട് 10.94 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 44,745 നിന്ന് 128 പോയിന്റ് ഗ്യാപ്പപ്പിൽ 44,872 ഇന്ന് ആരംഭിച്ചത്. 44,937 ഡേ ഹൈയും 44,562 ഡേ ലോയും വന്നതുവഴി 375 പോയിന്റ് അഥവാ 0.84% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 44,872 നിന്നും 233 പോയിന്റ് താഴെയായിട്ട് 44,639 അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 106 പോയിന്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,969 നിന്ന് 67 പോയിന്റ് ഗ്യാപ്പപ്പിൽ 2035 ഇന്ന് ആരംഭിച്ചത്. 2091 ഡേ ഹൈയും 19,893 ഡേ ലോയും വന്നത് വഴി 198 പോയിന്റ് അഥവാ 0.99% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 2035 നിന്ന് 112 പോയിന്റ് താഴെയായിട്ട് 19,924 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 45 പോയിന്റ് നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 50,450 നിന്നും 110 പോയിന്റ് ഗ്യാപ്പിൽ 50,560 ഇന്ന് ആരംഭിച്ചത്. 50,647 ഡേ ഹൈയും 50,262 ഡേ ലോയും വന്നത് വഴി 385 പോയിന്റിന് അഥവാ 0.76% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 50,560 നിന്ന് 223 പോയിന്റ് താഴെയായിട്ട് 50,337 അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 113 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് BSE സെൻസ് ബാങ്ക് എക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് നോട്രേറ്റ് സോണിൻ്റെ മുകളിലായിട്ട് ആരംഭിച്ച് നോട്രേറ്റ് സോണിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു. പിന്നെ അവിടുന്ന് യെസ്റ്റർഡേ ലോ ഒന്ന് ടെസ്റ്റ് ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്കവറായി മുകളിലോട്ട് തന്നെ പോയിരുന്നു. പക്ഷേ 135 2:35 കഴിഞ്ഞപ്പോൾ ഒരു മാർക്കറ്റിൽ നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഇന്നത്തെ S1 വന്ന് സപ്പോർട്ട് എടുത്ത് അവിടെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത്. കാര്യമായ മൂവ്മെൻറ്റ് രാവിലെ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുക എന്നൊരു പ്രതിഭാസം മാത്രമാണ് ഇന്ന് ഉണ്ടായത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇന്ന് നോട്രേറ്റ് സോണിൽ ആരംഭിച്ച് നേരെ താഴോട്ട് വന്ന് യെസ്റ്റർഡേ ഹൈയുടെ ലോയുടെ അടുത്തേക്ക് വന്നു, വീണ്ടും തിരിച്ച് കയറിപ്പോയി. പിന്നീട് അവിടെ നിന്ന് റേഞ്ച് ബൗണ്ട് ആയിരുന്നു.
നേരത്തെ പറഞ്ഞ പോലെ 2:35 ശേഷം S3 ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എക്സാക്ട്ലി ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടി എന്നല്ലാതെ മറ്റു കാര്യമായ മൂവ്മെൻ്റ് ഒന്നും തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാർക്കറ്റിൽ മൊമെൻറ്റം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഫിൻ നിഫ്റ്റി ആണെങ്കിലും ഇന്ന് നോട്ട്രേറ്റ് സോണിൽ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഫോളോ വന്നിട്ട് S1 സപ്പോർട്ട് എടുത്ത് നേരെ മുകളിലോട്ട് കയറി, പിന്നീട് റേഞ്ച് ബൗണ്ടായിട്ടായിരുന്നു പോയത്. ഒന്നും കാര്യമായിട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടിയില്ല. 2:35 ഒരു ഫോൾ ഉണ്ടായി. അത് ഏകദേശം S2 വരെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. സെൻസെക്സിലാണെങ്കിൽ നിഫ്റ്റിയുടെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു മൂവ്മെൻ്റാണ് കിട്ടിയത്. R1 താഴെയായിട്ട് ഓപ്പണായി നോട്ട്രേറ്റ് സോണിൽ സപ്പോർട്ട് എടുത്തു, പിന്നെ റേഞ്ച് ബൗണ്ടായി. യെസ്റ്റർഡേ ലോ ഒന്ന് ടെസ്റ്റ് ചെയ്തു, പിന്നെ 2:35 വന്നിട്ട് നേരെ സ്ട്രൈറ്റ് ഫോൾ ആയിരുന്നു. മറ്റൊന്ന് കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഇന്നും ബോറിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കാരണം ഒറ്റ എൻട്രി പോലും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇനി ഓവറോൾ ട്രെൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രതീക്ഷിച്ചതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി മുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ തന്നിട്ട് നേരെ താഴോട്ട് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നല്ല രീതിയിൽ ഇന്ന് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് TCSന്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് TCS പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റിൽ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലോ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റി ഓൾറെഡി അത് ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൺഫേം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇവിടെ നമ്മുടെ ഈ സപ്പോർട്ട്, അതായത് 44,686 ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നത് കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു സംഭവം വന്നില്ല. അത് ശരിക്കും ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ ഇനി ബാങ്ക് നിഫ്റ്റിക്കുള്ളത് ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യുക, അതായത് നോട്ട്രേറ്റ് സോൺ മന്ത്ലി ലെവലിൽ നോട്ട്രേറ്റ് സോൺ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പോയി സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഇനി അതിൻ്റെ മുന്നിലുള്ള ഒരു വഴി. ഇനി മോറോവർ ഫിൻ നിഫ്റ്റി ആണെങ്കിൽ കൂടി ഇതേ അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിൽ ഇടയിൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് 19,732 697, അതായത് 19,700 ലെവലിനെ അത് ടെസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ്. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ അതിൻ്റെ മാക്സിമത്തിൽ എത്തിയിരുന്നു. അത് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് ആ ലെവലിലേക്ക് അത് എത്തിയിരുന്നു. പക്ഷേ ആ ഒരു ടാർഗറ്റ് മാത്രം അതിന് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് ഓൾമോസ്റ്റ് ഒരു 10 പോയിന്റ് ഡിഫറൻസിൽ അത് എത്തിയിട്ടുണ്ട്. 892 948, ഏകദേശം 40-50 പോയിന്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും നോക്കാം. TCSന്റെ റിസൾട്ട് നല്ലതായതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ നാളെ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കൂടായികയില്ല. ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് വരാനുള്ള ഒരു സാധ്യത ഇപ്പം നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ ഇത് വന്നുകൂടായികയില്ല. പക്ഷെ നാളെ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ടാർഗറ്റ് ടച്ച് ചെയ്യാതെ അതിന് ഇറങ്ങി പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലായാലും നാളെ ഒരു വിക്ക് വന്നിട്ടായാലും ഈ ടാർഗറ്റിൻ്റെ മുകളിലേക്ക് വരും എന്ന് തന്നെയാണ്. നാളെ എന്നല്ല, താഴോട്ട് പോകുന്നതിന് മുൻപേ അതങ്ങനെ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറിയാണ്, വീക്കിലി എക്സ്പയറിയാണ് നാളെ. അപ്പോൾ നാളത്തെ ട്രേഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് മന്ത്ലി ഇതിനകത്ത് ഏതൊക്കെയാണ് ലെവൽസ് നിയറസ്റ്റ് ആയിട്ടുള്ളത് നോക്കാം. 19,564 330 നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് പോയിന്റുകൾ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ളത്. നമുക്കിവിടെ ഒരു നീല ലൈൻ അത് വരച്ചിട്ടേക്കാം. 19,330, അതേപോലെ 19,564. ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരിക. 564. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് മാത്രമാണ് നമ്മളൊന്ന് കെയർഫുൾ ആവേണ്ടത്. അപ്പോൾ ഓവറോൾ ഇപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഹൈയും ലോയും നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയുടെയും താഴെയായിട്ടാണ് ഈ മഞ്ഞ വരകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതിൻ്റെ താഴോട്ടാണ് അത് കാണിക്കുന്നത്. നാളത്തെ ഹൈ ഇന്നത്തെ ഹൈയുടെ താഴെയാണ്, ലോ ആണെങ്കിൽ ഇന്നത്തെ ലോനേക്കാളും കുറേ താഴെയാണ്. അപ്പം നാളെ മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയായിരിക്കും. പക്ഷേ ഇന്ന് TCS ഒരു ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ TCSൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസാണ്. അപ്പോൾ നാളെ ഇൻവെസ്റ്റേഴ്സ് രാവിലെ തന്നെ ക്യാഷ് പമ്പ് ചെയ്തിട്ട് മാർക്കറ്റിനെ മുകളിലോട്ടാണ് പൊക്കുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് 19,444 മുകളിൽ 19,444 നമ്മുടെ നോട്ട്രേറ്റ് സോണാണ്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നാളെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു ടാർഗറ്റ് എന്നുള്ളത് 19,507 ഇന്നത്തെ ഡേ ഹൈ, അതേപോലെ 496 എക്സ്പെക്റ്റഡ് ഹൈ, നാളെ വരാൻ സാധ്യതയുള്ള ഹൈ. അത് പ്രോപ്പർലി ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ അതിൻ്റെ മുകളിലോട്ട് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ 564 നാളെ ടെസ്റ്റ് ചെയ്യാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട്.
അപ്പോൾ അത് ഒരു സാധ്യതയാണ് ഇൻ കേസ് TCSൻ്റെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. സോ അതൊരു പോസിറ്റീവ് ന്യൂസായി എടുത്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ്, കാരണം 4.9% ഉള്ള നിഫ്റ്റിയിൽ വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്കാണ് TCS. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നല്ലതാകുമ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇതല്ല മാർക്കറ്റിൽ അതിനെക്കുറിച്ച് വലിയൊരു സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ഈവൻ ഇവിടുന്ന് നമ്മുടെ നോട്ട് റേറ്റ് സോണിൽ നിന്ന് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു സപ്പോർട്ട് വരുന്നത് യെസ്റ്റർഡേ ലോ കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മന്ത്ലി പിവേർട്ടാണ് 19,330. ഈ ഒരു വാല്യൂവിനെ നിങ്ങൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. മാക്സിമം പോയാൽ ഒരു 313 വരെയൊക്കെ ഒരു കുഷ്യൻ സ്പേസ് എന്നുള്ള രീതിയിൽ ഇവിടെ വരെ പോയേക്കാം. ഇവിടുന്ന് ഫർദർ തിരിച്ച് കയറാനാണ് കൂടുതലും സാധ്യത. എങ്ങനെ പോയാലും 19,273 ആണ് ലാസ്റ്റുള്ള ലോവർ സൈഡിലുള്ള ഒരു സപ്പോർട്ട്. അവിടെ വരെ പോകാൻ സാധ്യത കുറവാണ്. 330 മാർക്കറ്റ് തിരിച്ച് കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരു സ്ട്രൈറ്റ് അപ്പ് മൂവ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് നോട്ട് റേറ്റ് സോൺ കട്ട് ചെയ്ത് മുകളിലോട്ട് കിടക്കുന്ന ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈ കട്ട് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ എന്നുള്ളത് രണ്ടും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ട് റേറ്റ് സോണിൽ നിന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ്, ഒരു ബ്രേക്ക് ഔട്ട് കൺഫേം ആയതിനു ശേഷം നിങ്ങളതിലേക്ക് എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് രണ്ട് ഇൻഡെക്സിൽ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഏതിലും ആഫ്റ്റർനൂൺ സെഷനിൽ നല്ലൊരു ഫോള് വന്നിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് പ്രത്യേകിച്ച് മുകളിലോട്ട് പോകാൻ ന്യൂസോ കാര്യങ്ങളോ ഒന്നും സപ്പോർട്ടീവായിട്ട് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. നിഫ്റ്റി പോകുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ഇൻഡെക്സുകളും സ്റ്റോക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിഫ്റ്റി പോകുമ്പോൾ അതിൻ്റെ കൂടെ പോയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. നാളെ ഈവൻ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നോട്ട് റേറ്റ് സോണിൻ്റെ താഴെയാണ് ഇന്നത്തെ ക്ലോസിംഗ് ഉള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ നമ്മൾ റാസ് ലെവൽസിൻ്റെ പ്രഡിക്ഷൻ പ്രകാരമാണെങ്കിൽ പോലും ഇന്നത്തെ ഹൈൻ്റെ താഴെയാണ് നാളത്തെ ഹൈ വരിക. അതുപോലെ ഇന്നത്തെ ലോയുടെ താഴെയാണ്, വളരെ താഴെയാണ് നാളത്തെ ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതയുണ്ട്. എങ്ങനെയായാലും നമ്മൾ ഈ നോട്ട് റേറ്റ് സോൺ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് നേരെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ അവിടെ നിന്നൊരു റിക്കവറിക്കാണ് ഞാൻ സാധ്യത കാണുന്നത്. കാരണം ഈ ഒരു 44,383 ടച്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ മാർക്കറ്റ് തിരിച്ച് കയറി വരാൻ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, അതിലാണ് ഒരു സാധ്യത കാണുന്നത്. ഇനി അതല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കൂടി ഇവിടെ നോട്ട് റേറ്റ് സോണിൽ നിന്ന് മാർക്കറ്റ് തീരുമാനം എടുക്കും. മുകളിലോട്ട് പോകാനുള്ള സാധ്യത റെയറാണ്. കൂടുതലും താഴോട്ട് ഇറങ്ങി വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.